ഹലോ. രാത്രി ആയപ്പോഴത്തേക്ക് ഏട്ടനൊരാഗ്രഹം പുട്ടും മുട്ടക്കറിയും കഴിക്കാനേ. ഞാൻ പിന്നെ വേഗം തന്നെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. രാവിലെ നിർബന്ധമൊന്നുമില്ല, രാവിലെ ചോറാട്ടോ കഴിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ പിന്നെ രാത്രി പറയുമ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കുവേ. അപ്പോൾ അത് ഏട്ടൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പുട്ടുപൊടിക്കുള്ളത് കുഴക്കുക കേട്ടോ. അപ്പോൾ അത് ഏട്ടൻ തേങ്ങയൊക്കെ ചിരവി തന്നിട്ടുണ്ടേ. പുട്ടുപൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നല്ല തിളച്ച വെള്ളമാട്ടോ എടുത്തത്. ഒരു പിടി തേങ്ങയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കും കേട്ടോ. നല്ലതുപോലെ ആയിട്ട് മിക്സ് ചെയ്ത് കൈ നല്ലപോലെ പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എന്തേ പുട്ടുകുറ്റിയിൽ പൊടിയൊക്കെ നിറച്ച് ആവി കയറാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ടക്കറിക്ക് ആവശ്യമായിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ അരിഞ്ഞ് നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്നതൊക്കെ അതിലേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുവാണേ. ഉപ്പും കൂടി ഇടുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുവാണേ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ഇളക്കി മസാലപ്പൊടികളൊക്കെ മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. 3-4 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്നപ്പോഴേക്കും നല്ലതുപോലെ തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ചേർത്ത് ഒന്നുകൂടി തിള വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ തന്നെ മുട്ടയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി തിളപ്പിച്ചിട്ട് അപ്പോൾ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ പുട്ടും മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.